പ്രതിഭ, ഈ മുഹമ്മദ് ഷമാസ് എന്ന KSU നേതാവ് PP ദിവ്യക്കെതിരെ ചില വ്യക്തമായ തെളിവുകളുമായി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ആദ്യം പിന്നെ റിപ്പോർട്ടർ ടിവിക്ക് മാത്രം ഒരു കൊടുത്ത ഒരു അഭിമുഖമായിരുന്നു. രണ്ടാമത് ചാനലുകാരെ വിളിച്ചിട്ട് പത്രസമ്മേളനം നടത്തി. ഭൂമി ഇടപാട്, PP ദിവ്യയുടെ ഭൂമി ഇടപാടുകളാണ് ആ ചെറുപ്പക്കാരൻ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അത് ശരിക്കും PP ദിവ്യയൊക്കെ കുരുക്കും. CPM നേതാക്കൾ പലരിലേക്കും ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകൾ, CPM നേതാക്കളുടെ ഭൂമി ഇടപാടുകൾ വെളിച്ചത്ത് വരുമെന്ന് തന്നെ കരുതേണ്ടതല്ലേ? അതെ, ഇതിന് നമ്മൾ പറയുമ്പോൾ അതിന് ഈ ഷമാസ് ഇപ്പോൾ PP ദിവ്യയുടെ പുറകെ പോയത് എന്താണെന്ന് ആലോചിക്കുമ്പോൾ അതിന് ഒരുപാട് മുഖങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട് അതിന്. ഒന്ന്, നമ്മുടെ മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം, അഥവാ വേണമെങ്കിൽ അതിന് കൊലപാതകം. അതെ, അതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരേ ഒരു പ്രതി PP ദിവ്യയാണ്. അതെ, വേറെ ആരും അതിൽ പോലീസ് ചേർത്തിട്ടില്ല. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPMൻ്റെ കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറയണത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. പോലീസിൻ്റെ റിപ്പോർട്ടിലും ഇത് തന്നെയാണ്. അവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലും ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ. അപ്പോൾ CBI അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലപാടിൽ സർക്കാർ എത്തിച്ചേർന്നു. അതെ, CBI അന്വേഷണം വേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ CPMന് അതിലെന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യം ഉണ്ടായിരിക്കണം. കാരണം നവീൻ ബാബു കണ്ണൂർ ADM ആയിരുന്നു. അതിനുമുമ്പ് അദ്ദേഹം കാസർഗോഡ്. അപ്പോൾ ഈ കാസർഗോഡും കണ്ണൂരും ഒക്കെ CPMന് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. കണ്ണൂരിൻ്റെ കാര്യം അറിയാമല്ലോ. കണ്ണൂർ ഒഞ്ചിയം എന്നൊക്കെ പറഞ്ഞാൽ അത് മണ്ണ് ചുവന്ന മണ്ണാണ് അവിടെ. അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ ചുവന്ന വാക്കുകൾ മാത്രം പൂക്കുന്ന സ്ഥലമാണത്, ചെങ്കോട്ടയാണ്. അതുപോലുള്ള ഒരു സ്ഥലത്ത് CPMൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥനുണ്ടാവില്ല. അതായത് ഒരു ഓഫീസിലെ പിയൂൺ മുതൽ ഇനിയിപ്പോൾ കളക്ടറാവട്ടെ, ഏത് മേഖലയിലായാലും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നവീൻ ബാബുവിനെ അവർ അവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നവീൻ ബാബുവിൻ്റെ പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം തന്നെയാണ്. CPM കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ നവീൻ ബാബു അവിടെ ജോലി ചെയ്ത്, അന്ന് അറിയാലോ ആ കഥയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്കാണ് PP ദിവ്യ വരേണ്ടതും പിറ്റേ ദിവസം അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിലൊക്കെ കാണപ്പെടുന്നത്. ഈ സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകളുള്ള അറിയില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുതൽ എല്ലാത്തിലും അടിമുടി ദുരൂഹത. അപ്പോൾ ഇത് അഴിക്കണം, ഈ ദുരൂഹത അഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടേക്കുന്നത്. ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇത് ആത്മഹത്യയല്ല, സ്വാഭാവിക മരണമല്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 288 പേജുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നോട്ടാണ് ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ, അതായത് ജോൺ റാൾഫ് എന്ന മുതിർന്ന അഭിഭാഷകൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിട്ടും നമ്മുടെ കൗസർ അടപ്പകത്ത് അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന മട്ടിലേക്ക് മാറ്റി. അതവിടെ നിൽക്കട്ടെ, ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ CBI അന്വേഷണം വേണ്ട എന്ന പിടിവാശി തന്നെയാണ്, പിടിവാശിയിൽ എത്തി നിന്നതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഈ KSU വൈസ് പ്രസിഡൻ്റായിട്ടുള്ള, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷമാസ് പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം ഏറുന്നത്. ഷമാസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ പാലത്തട്ടിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും, അതായത് ഭൂമി രജിസ്റ്റർ ചെയ്തത് PP ദിവ്യയുടെ ഭർത്താവായ പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിക്കാരനായ അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിലാണ്. ഈ രജിസ്ട്രേഷൻ ഫോമിൽ അവർ നമ്മുടെ എല്ലാവരുടെയും ജോലി കാണിക്കണമല്ലോ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ആധാർ ഉൾപ്പെടെ. അതിൽ കൃഷിക്കാരൻ എന്നാണ്, കൃഷി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യണത്, അവിടെ എന്ത് കൃഷിയുള്ളത്? അപ്പോൾ ഇത് രണ്ട് ആധാരങ്ങളാണ് ഇയാൾ പൊക്കി കാണിച്ചു കൊണ്ടുവന്നേക്കണം. ആര്? ഈ പയ്യൻ ഷമാസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാര്യം നടന്നാലും നമുക്ക് വിവരാവകാശ പ്രകാരം രേഖകൾ കിട്ടും. ഈ രേഖകളുമായിട്ടാണ് ഷമാസ് വന്നിരിക്കുന്നത്. ഇതുവരെ അനധികൃതമല്ല, ഈ ഭൂമി ഇവർ വാങ്ങിച്ചിരിക്കുന്ന ഭൂമി അനധികൃതമല്ല. ഇവരുടെ പണം മുടക്കി, പണി ചെയ്തുണ്ടാക്കിയ പണം മുടക്കി, അല്ലെങ്കിൽ കുടുംബസ്വത്ത് വിറ്റുള്ള കാശ് കൊണ്ടാണ് ഭൂമി മേടിച്ചത് എന്ന് പറയാൻ ഇവർക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇനിയിപ്പോൾ ഷമാസ് പറയുന്നത് കളവാണ്, അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ PP ദിവ്യയ്ക്ക് എന്തുകൊണ്ടൊരു കേസ് ഷമാസിനെതിരെ കൊടുത്തുകൂടാ? ഇന്ന് ഷമാസ് വെല്ലുവിളിക്കേണ്ട രൂപത്തിൽ അതാ പറഞ്ഞത്.
പി ദിവ്യ ഞാൻ പറയുന്ന ആരോപണങ്ങൾ പി ദിവ്യക്കെതിരെ ഞാൻ പറയുന്നുണ്ട് ഇല്ല പറഞ്ഞേക്കൂ. പി ദിവ്യക്ക് ഞാൻ അടിസ്ഥാനപരമായി, അതായത് തെളിവുകൾ സഹിതം നിരത്തുന്ന ഈ കാര്യങ്ങൾ വെറും ആരോപണം മാത്രമാണെന്ന് ദിവ്യക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദിവ്യ കേസ് കൊടുക്കൂ, വെല്ലുവിളിക്കുന്ന സ്വരത്തിലെ പറഞ്ഞത്. ദിവ്യ ചെയ്തതാവട്ടെ, ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ദിവ്യയുടെ FB പേജിലൂടെ ഷമാസിനെതിരെ കുറെ കുറിപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് മടിയിൽ കനമില്ല വഴിയിൽ ഭയമില്ലാത്ത ഒരു ആളുണ്ട്, അലക്കി തേച്ച കുപ്പായത്തിന്റെ വടിയിൽ മാത്രം രാഷ്ട്രീയം കളിക്കാതെ ആരും ഒരു മാധ്യമങ്ങളും വളർത്താത്തൊരു നേതാവ് പിണറായി വിജയൻ എൻ്റെ രാഷ്ട്രീയ ഗുരു, എൻ്റെ മാതൃക, ഇങ്ങനെ പി ദിവ്യ പറഞ്ഞ് ഈ ഷമാസിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൽ വേറൊരു കാര്യം കൂടി എടുത്തു പറയാം. അതായത് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തല്ല, കൊലപാതകമാണ് നടന്നത്, നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പി ദിവ്യയുടെ പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ നമ്മുടെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം എല്ലാ മാധ്യമങ്ങളും പി ദിവ്യക്കെതിരെ വാർത്ത ചെയ്തു. ഇത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്, തനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുടെ വൃദ്ധരായിട്ടുള്ള, അപ്പോൾ അപകീർത്തികരമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കിയാൽ തൻ്റെ കരിയറിനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപകീർത്തികരമായ വാർത്ത ചെയ്ത ആളുകൾക്കെതിരെ പി ദിവ്യ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുത്ത പി ദിവ്യ എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ പ്രശ്നം പി ദിവ്യക്കെതിരെ തെളിവ് സഹിതം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത ഷമാസിനെതിരെ കേസ് കൊടുക്കാത്തത്? അപ്പോൾ ഒരു FB കുറിപ്പ് ഇട്ടുകൊണ്ട് ഷമാസിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരിക്കുന്ന ഒരു പടം ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. രണ്ട് കാര്യം ഇതിൽ കൂട്ടി വായിക്കാം. ഒന്ന്, മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് അത്രത്തോളം സ്വാധീനമുണ്ട്, ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അതൊന്ന്. മറ്റു ഒന്ന്, മുഖ്യമന്ത്രിയെ കൂടി പി ദിവ്യ ഓർമ്മിപ്പിച്ചതാണെന്ന് നമുക്ക് തോന്നണേ. കണ്ണൂർ കേന്ദ്രീകരിച്ച് CPM ലോബി എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ അഴിമതി പലതും നടന്നിട്ടുണ്ട്. അതായത് ഭൂമി ക്രയവിക്രയം അടക്കം. കണ്ണൂരിൽ TTK ദേവസ്വം എന്ന് പറഞ്ഞ ഒരു ദേവസ്വം അറിയാലോ, അവരുടെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ CPMന്റെ ബിനാമികളുടെ പേരിലാണെന്നുള്ള വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാം. അദ്ദേഹം കാസർഗോഡ് ഇരിക്കുമ്പോഴേ തന്നെ ഈ കള്ളങ്ങൾ കുറെ തെളിവുകൾ കിട്ടി. അപ്പൊ അദ്ദേഹം റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ്, അവരറിയാതെ നടക്കില്ല. മാത്രമല്ല കണ്ണൂരും വയനാടും നടന്നിരിക്കുന്ന ഏതാണ്ട് 5000 കോടി രൂപയുടെ ഭൂമിയുടെ ക്രയവിക്രയത്തിന്റെ കൃത്യമായ നമുക്കൊരു രജിസ്ട്രേഷൻ പോർട്ടലുണ്ട് നമുക്ക്. അതായത് കേരളത്തിൽ നടക്കുന്ന എല്ലാ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽ നമുക്ക് ആ പോർട്ടലിൽ കയറി കിട്ടും. അപ്പോൾ ഈ നവീൻ ബാബു നല്ല ഉദ്യോഗസ്ഥനാണ്, 19 വയസ്സിൽ ജോലിയിൽ കയറിയ ആളാണ്, അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ കണ്ണൂരും വയനാടും നടന്നിരിക്കുന്ന ഈ ഭൂമി രജിസ്ട്രേഷന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരേ നമ്പറിൽ പല സ്ഥലത്തും ഒരേ രീതിയിലുള്ള രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് 5000 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ CPMO CPMമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാന സമിതിയിലെ CPMുമായി ബന്ധമുള്ള ആളുകളാണെന്നുള്ള കൃത്യമായിട്ടുള്ള ആ വിവരം നവീൻ ബാബുവിന് അറിയാം. അതിന്റെ ഒരു ഫയൽ തന്നെ നവീൻ ബാബു സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പി ദിവ്യ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടിട്ട് മുഖ്യമന്ത്രിയാണ് എൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ ഷമാസിന്റെ വിരട്ടിൽ മാത്രമല്ല അതിന്റെ പുറകിലുള്ള ലക്ഷ്യം. ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ FB കുറിപ്പിന് ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും ഷമാസിനൊരു മറുപടിയായി. പക്ഷെ പ്രതിഭ അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം പിണറായി വിജയനെ പടം കൊടുത്തിരിക്കുന്നെന്ന് പറയുന്നില്ലേ, ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല, നിങ്ങൾ കൂടെയൊക്കെ ഇതിലുണ്ട് സഖാവേ എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇതാണ് പറഞ്ഞു വന്നത്. കാരണം ഈ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന പല ബിനാമി ഇടപാടുകളിൽ എല്ലാവർക്കും CPMന്റെ സമ്മന്നതരായ പല നേതാക്കന്മാർക്കും പങ്കുണ്ട്. ഇത് എനിക്കറിയാം എന്നുള്ളത്, എനിക്കും അറിയാം സഖാവേ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയത്തിൽ എന്താണ്, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല എന്ന് പി ദിവ്യ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഗോഡ് ഫാദർ ഇല്ല എന്ന് പറയാൻ കാരണം പി ദിവ്യനെ ഈ കേസിൽ, അതായത് നവീൻ ബാബുവിന്റെ കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ്. അത് പറയാൻ കാരണം ആന്തൂർ ഷാജന്റെ കൊലപാതകവുമായി മരണവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ആന്തൂർ നഗരസഭയിലെ ചെയർപേഴ്സണായിരുന്ന ഈ MP ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അന്ന് ശ്യാമളയെ രക്ഷിച്ചു അന്ന് MP ഗോവിന്ദനുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിപൂർവ്വമാണ്, രാഷ്ട്രീയമാണത്. തീർച്ചയായിട്ടും അതേ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിക്കൊപ്പോൾ പടം കാണിച്ചുകൊണ്ട് FB ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് എന്റെ മാതൃക. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് പ്രതിഭ. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു ഇതെന്ന് പറഞ്ഞാലേ, അദ്ദേഹം ഈ കേസിലേക്ക് എത്തപ്പെടും അല്ലെങ്കിൽ താൻ കൂടെ ഇൻവോൾവ് ആകും എന്നൊരു വിഷയം വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മാറിക്കളയും. അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത. പല കേസുകളിലും അങ്ങനെയാണ്. പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെയും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെയും
മെയ്വഴക്കം കേരളത്തിലെ രാഷ്ട്രീയ ആചാര്യന്മാർ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കാര്യത്തിലെടുക്കുമ്പോൾ കാരണം ഒന്നാമത് ഇപ്പോൾ അദ്ദേഹം രണ്ടാമത് ഭരണത്തിലെത്തിയിരിക്കണം. അത്രത്തോളം വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് അദ്ദേഹം അങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടെ 10 വർഷം 15 വർഷം മുന്നിൽ കണ്ട് അതെ 10 വർഷത്തോളം 10 വർഷത്തിലധികം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് 15 വർഷം അദ്ദേഹം പാർട്ടിയെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇപ്പൊ ഭരണത്തിൽ 10 വർഷം പാർട്ടിയെ കയ്യിലെടുത്ത് തനിക്ക് എതിരാളികളെന്ന് തോന്നുന്ന അല്ലെങ്കിൽ തനിക്ക് എതിർ ശബ്ദം എന്ന് തോന്നുന്ന ആളുകളൊക്കെ വെട്ടി ഒതുക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തീർച്ചയായിട്ടും പാർട്ടിയെയും ഭരണത്തെയും കയ്യിൽ ഒതുക്കിയത്. ഇപ്പോഴും പാർട്ടിയും ഭരണവും അദ്ദേഹത്തിന്റെ CPM എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയൻ എന്നൊരു പര്യായമായി മാറിയിരിക്കുന്നു. അപ്പോൾ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു നേതാവാണ്, ആ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നവരാരായാലും അത് വെട്ടിത്തെളിച്ച്, അതായത് അവരെ ഇല്ലായ്മ ചെയ്തിട്ട് രാഷ്ട്രീയപരമായിട്ടോ എങ്ങനെയാവട്ടെ ഇല്ലായ്മ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ പോലെ പ്രാവീണ്യമുള്ള മറ്റു നേതാക്കന്മാർ വളരെ ചുരുക്കമാണ്. ഇത് തന്നെ ഇപ്പൊ കേസിന്റെ കാര്യത്തിൽ ഇപ്പൊ നോക്കൂ, ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 37 പ്രാവശ്യത്തിലധികം മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്, ഇപ്പൊ 3ാം ടൈമാണ് അല്ലേ? അപ്പൊ 37 തവണ അവിടെ ഈ കേസ് മാറ്റിവെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ CPM രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, ബദ്ധശത്രുക്കളാണ്. അപ്പോൾ അവിടെ അത്രത്തോളം CBI എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ എന്നാണ് പിന്നാമ്പുറങ്ങൾ കേൾക്കണ വർത്തമാനം. അങ്ങനെയെങ്കിൽ പിണറായി വിജയന് BJPയിൽ നല്ല സ്വാധീനമുണ്ട്. അല്ല, നമുക്ക് PP ദേവിയുടെ കാര്യം പറയുമ്പോഴേ PP ദേവി ഈ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് വരുമ്പോൾ P. ശശിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്കിന്ന് ഓർമ്മയുണ്ട്, ഇവരെ പാർട്ടിയുടെ തരം താഴ്ത്തൽ പ്രക്രിയയായി നടന്നുള്ളൂ. അത് അവരുടെ സംഘടനാ കാര്യം മാത്രമാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു പരിധി വരെ, അവരെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ എവിടെയെല്ലാം ഒളിത്താവളം ഉണ്ടാക്കി ഇരുത്താമോ അതെല്ലാം ഈ P. ശശി തുടങ്ങിയിട്ടുള്ള അവർ ചെയ്തിരുന്നു, അത് ഉറപ്പാണ്. അല്ല, 15 ദിവസം PP ദിവ്യ ഒളിവിൽ കഴിയാന്ന് പറഞ്ഞ 15 ദിവസം CPMന്റെ പ്രൊട്ടക്ഷനിൽ തന്നെയായിരുന്നു, പോലീസ് കാവലിലാണ് ഒരു. അതെ, അപ്പോ നോക്കൂ, നാളുകൾക്ക് ശേഷമാണ് ഈ P. ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വക്കീലിന്റെ കോട്ടിട്ടുകൊണ്ട് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അവിടെ PP ദിവ്യയുടെ ജാമ്യത്തിന് വേണ്ടി ചെന്നിരുന്നത്. വിശ്വം വക്കീലാണ് കേസ് വാദിച്ചെങ്കിലും ആ ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സിന്റെ കൂട്ടത്തിൽ P. ശശി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഒരു വലിയൊരു സന്നാഹത്തോടു കൂടി തന്നെയാണ് CPM PP ദിവ്യ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഇപ്പോ ദിവ്യ ഇത് പറയുന്നതിന്റെ കാരണം ശശിയുടെ കയ്യിൽ ഇതിന് നിൽക്കില്ല എന്ന് ദിവ്യക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രവും കൂടെ ചേർത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അല്ല, മാത്രമല്ല അതിന് വേറൊരു വിഷയം കൂടിയാണ്. അതായത് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ തന്നെ PP ദിവ്യ പോകും. ഇനിയിപ്പോൾ അവിടെ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയിൽ പോകും. മഞ്ജുഷ പോകും. അതെ, അവിടെ മഞ്ജുഷ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിലവിലെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് തീർച്ചയായും CBI അന്വേഷണം വരും, അങ്ങനെ ഉത്തരവുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആദ്യം പെടാൻ പോണതും PP ദിവ്യ തന്നെയാണ്. കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രതിഭ ഇത് ഇത്തരത്തിൽ ഭൂമി ഇടപാടിന്റെ ഒരു രേഖ കിട്ടുമ്പോൾ അതുകൂടെ ഒരു സ്ട്രോങ് എവിഡൻസ് ആകും. തീർച്ചയായും ഈ എവിഡൻസുകൾ മുഴുവനായിട്ട്, അത് ഇന്നലെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ PS-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്വക്കേറ്റ് ഷാജഹാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഈ എവിഡൻസുകളെല്ലാം മഞ്ജുഷ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അഭിഭാഷകൻ മുഖേന ഇത് അവിടെ സമർപ്പിക്കപ്പെടണം. സുപ്രീം കോടതിക്ക് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ കൊല ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇത്രയധികം ദുരൂഹത ഉണ്ടാവാനും അതിന് CPMലേക്ക് അതിന്റെ പാപഭാരം ചെന്ന് ചേരാനുള്ള കാരണം ഇതായിരിക്കാം എന്ന് സുപ്രീം കോടതിയിൽ ധരിപ്പിക്കാൻ സാധിക്കും. ഇത്രയും എവിഡൻസുകൾ അവിടെ സബ്മിറ്റ് ചെയ്താലെന്നാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് കൊടുത്താൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും. ഇപ്പൊ അവിടെ ഇല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഏത് അറ്റം വരെ പോയാലും നിയമ പോരാട്ടം നടത്തും. പ്രതിഭ ഇത് സത്യമായിട്ട് കേരള സമൂഹത്തിന് ഈ കാര്യം വ്യക്തമായിട്ട് അറിയാം. കാര്യം ഈ CPM നേതാക്കൾക്കെല്ലാം PP ദിവ്യയെ CPM ശരിക്കും ഒരു ചാവേറാക്കി അവരിലങ്ങ് ഒതുക്കാനാണ് നോക്കിയത്. ഇപ്പോൾ അവർ ആ PP ദിവ്യ എന്ന രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയം ഇതോടുകൂടി, രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അടയുകയാണ്. അതെ, പറഞ്ഞു കേട്ടിടത്തോളം PP ദിവ്യനെ കല്യാശ്ശേരിയിൽ നിന്ന് അടുത്ത് നിർത്താൻ താല്പര്യം ഉണ്ടായിരുന്നു. അതെ, ഇനിയിപ്പോ ദിവ്യയുടെ ഒരു രീതി അതിന് ഒന്നില്ല ആരോഗ്യവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് വേറൊരു വകുപ്പ്, അത് ഏതാണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല, ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വകുപ്പ് കൊടുത്തിട്ട് അവരെ എടുക്കാൻ അങ്ങനെയൊക്കെ ആയിരുന്നു തീരുമാനം. പക്ഷേ അതിനൊക്കെ ഒരു ആ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേക്കുമ്പോൾ PP ദിവ്യയും അടങ്ങിയിരിക്കില്ല. അല്ല, അങ്ങനെ മാത്രമല്ല, അവരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ശ്യാമളയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ അവർക്ക് ഇപ്പോൾ ഗോഡ് ഫാദർ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി.
അവർ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ CPM-ന്റെ ആകെയുള്ള പാപഭാരവും അവരിൽ അടിച്ചേൽപ്പിച്ച് ഈ കേസ് ഒതുക്കി തീർക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിന് തന്ത്രപൂർവ്വമായിട്ടാണ് ഇപ്പോൾ FP കുറിപ്പ് വന്നിരിക്കുന്നത്. അതെ, കാരണം എൻ്റെ മാതൃക പിണറായി വിജയനാണ് എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ തീർച്ചയായും എനിക്കും ചിലതൊക്കെ പറയാനുണ്ടെന്നുള്ള സൂചന തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് CPM നേതാക്കളോടുള്ള ഒരു ആഹ്വാനം തന്നെയാണ്, അല്ലാതെ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസിനോട് മാത്രമുള്ള ഒരു പ്രതികരണമല്ല. അത് ഷമാസിനോടുള്ള പ്രതികരണം മാത്രമല്ല, അപ്പോൾ ഇതിലിങ്ങനെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ തന്നെയാണ് PP ദിവ്യ അത് പറഞ്ഞു വെച്ചേക്കണം. എന്തായാലും അക്കാര്യത്തിൽ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഷമാസിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു തെളിവെന്നല്ല, ഇനിയും തെളിവില്ല. ഷമാസ് ഇനി വിജിലൻസ് അന്വേഷണത്തിന് പോവുകയാണ്, വിജിലൻസിന് പരാതി കൊടുക്കുന്ന പറഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിലും വിജിലൻസ് ഇപ്പം അറിയാലോ, വിജിലൻസ് എല്ലാവരും അവരെ പോക്കറ്റിലാണ്. അതെ, വിജിലൻസ് തലപ്പത്തിരിക്കുന്ന ആരാണ്? പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ അതിലെ അന്വേഷണം എവിടം വരെ പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ എന്തായാലും CBI അന്വേഷണം CBI ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നതാണ്. അതെ, അതായത് സാധാരണഗതിയിൽ CBI അങ്ങനെ പറയാറില്ല. അപ്പോൾ ഈ ജനവികാരം അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കേസിൽ ഒരു മെറിറ്റ് ഉണ്ടെന്ന് കണക്കാക്കി അവർ ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും CBI അന്വേഷണം വരും എന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ PP ദിവ്യയ്ക്കും CPM-ഉം അടക്കമുള്ള പല പ്രമുഖ നേതാക്കൾക്കൊക്കെ ഒരു ഭയപ്പാടുള്ളത്. തീർച്ചയായിട്ടും അത് ഇതിന്റെ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ. അത്രേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നവീൻ ബാബുവിന്റെ ദുരൂഹമരണമായിട്ട് ബന്ധപ്പെട്ട് CPM-ന് പലതും ഒളിക്കാനുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ മുഹമ്മദ് ഷമാസ് പുറത്ത് വിട്ടിരിക്കുന്നത് ഈ ഭൂമി ഇടപാട്. ഇനിയും പല രേഖകളും പുറത്ത് വരുമെന്ന് തന്നെ ദാസ് പറഞ്ഞ പോലെ ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്, ഇനിയും പലത് പുറത്തു വരാൻ. എന്തായാലും നമുക്കത് കണ്ടറിയാം. ഓക്കെ.